അയാൾക്ക് ഇതെല്ലാം ഞാൻ കൊടുക്കേണ്ടത്. ഓക്കെ, ഒരു ഷോ ആയ കാരണം ഞാൻ ഇത്ര വെച്ച് നിർത്തിയത്. ഇതിനേക്കാളും കൂടുതൽ എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല. അപ്പോൾ ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷയുടെ 3rd എപ്പിസോഡ് വന്നപ്പോൾ ഇപ്പം എന്നെക്കുറിച്ച് പറയുന്ന പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാകേഷ് ബ്രോ അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നിർത്തിയിട്ട് പോടോ എന്നുള്ളൊരു സംഭവം യൂസ് ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ച് വയസ്സിൽ മൂത്ത ഒരാളോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ എന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അയാൾ അത് അർഹിക്കുന്നു. അതായത് ഇപ്പോൾ നിങ്ങൾ കാണാത്ത പല കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് എപ്പിസോഡിൽ മറ്റേ ബ്ലോക്ക് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ബ്ലോക്ക് ഇയാൾ എന്നെ തട്ടിയിട്ടപ്പോൾ ഇയാൾ എന്നോട് സോറി പറഞ്ഞിട്ടില്ല. അറ്റ് ദ സെയിം ടൈം അയാൾ എന്നോട് പറഞ്ഞത് എന്തോ മന്ദബുദ്ധി എന്നുള്ള രീതിയിൽ എന്നെ അപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു. മൈക്കില്ലാത്ത കൊണ്ടോ എന്താണെന്നറിയില്ല, ആ ഒരു ഓഡിയോ എനിക്ക് ഈ ഫസ്റ്റ് എപ്പിസോഡിൽ കേൾക്കാൻ പറ്റിയിട്ടില്ല. മേ ബി അത് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഇയാൾ എന്നോട് മന്ദബുദ്ധി എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്തു. അത് അയാൾക്ക് വ്യക്തമായ ബോധമുണ്ട് അയാൾ എന്നെ അങ്ങനെ വിളിച്ചിട്ടുണ്ടെന്ന്. എന്നിട്ട് ആ മനുഷ്യനാണ് ഈ 3ാമത്തെ എപ്പിസോഡിൽ എന്നോട് കയറി വന്നിട്ട് ഒട്ടും റെസ്പെക്ട് ഇല്ലാണ്ടാണ് സംസാരിക്കുന്നത്. എടാ പോടാ വാടാന്ന് വിളിക്കുകയാണെന്ന്. അയാൾക്ക് ഇതെല്ലാം ഞാൻ കൊടുക്കേണ്ടത്. ഓക്കെ, ഒരു ഷോ ആയ കാരണം ഞാൻ ഇത്ര വെച്ച് നിർത്തിയത്. ഇതിനേക്കാളും കൂടുതൽ എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല. ആ ഷോ 3 ദിവസമായിട്ട് അയാൾ, അതായത് ഇപ്പോൾ ഈ നടന്നൊരു 3 എപ്പിസോഡിലും അയാൾ ടാർഗറ്റ് ചെയ്യുന്ന തന്നെയാണ്. പല സീനുകൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഷോയിൽ നിൽക്കുന്ന സമയത്ത് അയാൾ എൻ്റെ എനിമി തന്നെയായിരുന്നു. ഞാനപ്പോൾ അത് കാരണമാണ് അയാൾ മറ്റേ ടൈം അടയ്ക്കാൻ പോയപ്പോൾ അയാളുടെ മൈൻഡ് സെറ്റ് ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിർത്തിയിട്ട് പോടുമെന്ന് പറഞ്ഞാണ്. അത് ഞാൻ ഇൻറ്റൻഷനലി വ്യക്തമായി ഉപയോഗിച്ചൊരു വേർഡാണ്. അതിലെനിക്ക് ഒരു കുറ്റബോധവും ഇല്ല. ഇപ്പോൾ ഇതിൻ്റെ പേരിൽ അയ്യോ അമ്മയെന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ഈ മനുഷ്യനെ ഇങ്ങനെ വിളിക്കണമെന്ന് പറഞ്ഞാൽ അതിൽ എൻ്റെ രോമത്തിന് പോലും തൊടൂല. സോ മാക്സിമം കമൻറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നവർ കണ്ടന്റ് ഉണ്ടാക്കിക്കോ, അത്രേ ഉള്ളൂ.